കുട്ടിയോട് നമ്മൾ കുട്ടിയുടെ എല്ലാത്തിലും കയറി ഇടപെടണം. ആ ഇടപെടുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ്, അങ്ങ് ഒച്ചിട്ട് കളയും അല്ലേ, എന്താ അതേപോലെ കുട്ടി നിന്ന് കളയും, ഇടപെട്ടു. അവൻ സമ്മതിക്കില്ല. കുട്ടി ആരാ? ജനറേഷൻ ഇസെറ്റ് ആണ്. നമ്മുടെ 13 വയസ്സിന് മുകളിലുള്ള കുട്ടി കിടക്കുന്ന ജനറേഷൻ ഇസെറ്റില്ല. കുട്ടി റിജക്ട് ചെയ്യും അല്ലേ. എന്നാ പിന്നെ ഉമ്മ പറഞ്ഞാൽ വേണ്ടി ഞാൻ ചെയ്യുന്നില്ല എന്നാ കുട്ടി പറയാം. ആ ഇടപെടൽ സോഫ്റ്റ് ആക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം എന്നറിയോ? ഇടപെടൽ പോസിറ്റീവ് ആവണം. നെഗറ്റീവായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങിരുത്തി കളയരുത്. കുട്ടിയുടെ പോസിറ്റീവ് പറഞ്ഞിട്ട് ഈ കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈവക്കി. ശരി, അവർക്കൊരു ഭാഷയുണ്ട്. കൊച്ചിനെ ഞാനൊന്ന് ഗുണദോഷിച്ചു, അങ്ങനല്ലേ നിങ്ങൾ പറയാം അല്ലേ? പറയാം. പക്ഷെ മലപ്പുറം, കോഴിക്കോട്ടുകാർ എന്താ പറയാ അറിയോ? കൂട്ടിയെ ഞാൻ നല്ലോണം ചീത്തറിഞ്ഞിട്ടുണ്ട്. ഈ 2 വാക്ക് നമ്മളുടെ വ്യത്യാസം എന്താ? ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്താ? പോത്തെ, കഴുതേ, ഉളുപ്പുണ്ടോടാ നിനക്ക്, ചീത്തയാണ് പറയണത്, നല്ലതില്ല. ഗുണദോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണം പറഞ്ഞ് ദോഷം പറയുക, അതാണ് വാക്ക്. മലയാളം അങ്ങനെയാണ് അല്ലേ? അപ്പൊ ശരിക്കും വേണ്ടത് കുട്ടീനെ ചീത്ത പറയണോ ഗുണദോഷിക്കുകയാണ്? ഗുണം പറഞ്ഞിട്ടാണ് ദോഷം പറയുക. നീ വാ, നല്ല കുട്ടിയല്ലേ, ഇത്രയൊക്കെ നീ ചെയ്തില്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യും, യു ക്യാൻ, ഇതൊക്കെ എൻകറേജ് ചെയ്ത കുട്ടിയോട് പറയുക. നേരെ വിളിച്ചിട്ട് നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലേ. ഇനി ഞാൻ ഇരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കട്ടെ, കുട്ടി ഏറ്റവും കൂടുതൽ പറയുന്ന സാധനം എന്താണെന്ന്? നിങ്ങൾ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക, കുട്ടിയെ കുറ്റപ്പെടുത്തും. ബ്ലെയിമിങ് എന്ന് പറയും. നിങ്ങളുടെ എല്ലാവരുടെ ഭാര്യമാർക്കും ഈ ബ്ലെയിമിങ് ഉണ്ടാവും. എൻ്റെ ഭാര്യക്കുണ്ട് അല്ലേ ബ്ലെയിമിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്ലെയിമിങ്? എന്ത് പറഞ്ഞാൽ ബ്ലെയിം ചെയ്യുക? നിങ്ങൾ കണ്ടത് ഡയറക്റ്റ് ബ്ലെയിമിങ് ആണ്, പക്ഷെ ഇവർ അറിയാതെ ബ്ലെയിം ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 5 വയസ്സുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 വയസ്സുള്ള കുട്ടിക്ക് ഈ സൈക്കോമോട്ടർ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. ഏറ്റവും ലാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യൻ്റെ അവയവം കയ്യിൻ്റെ വിരലാണ്. സെഫാലോ കോഡൽ ടു പ്രോക്സിമോ ഡിസ്റ്റൽ എന്നാണ് സൈക്കോളജിന് പറയുക. സെഫാലോ കോഡൽ ടു പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് ട്രങ്ക് നമ്മുടെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് സൈഡിലേക്കാണ് വരിക. നമ്മളിങ്ങനെ കൈ നിവർത്തി വെച്ചാൽ ആദ്യത്തെ ഡെവലപ്മെൻറ്റുകൾ വരിക ഈ സെൻട്രൽ പൊസിഷനിൽ. അവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ഡെവലപ്മെൻറ്റ് എത്തുക ഈ കൈവിരലുകളിലാണ്. അപ്പോൾ അവസാനം ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് വിരൽ. പ്രോക്സിമോ ഡിസ്റ്റൽ എന്നതിന് പറയാം. സെഫാലോ കോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രം ഹെഡ് ടു ഫൂട്ട് എന്ന ഡെവലപ്മെൻറ്റ് ഹെഡ് നിന്ന് ഫൂട്ടിലേക്കാണ് വരിക. അവസാനം ഡെവലപ്പ് ചെയ്യുക കുട്ടീൻ്റെ എന്താ? കുട്ടി ആദ്യം ചെയ്യാൻ എന്താ? പ്രസവിച്ച് വീണ കുട്ടി ആദ്യം ചെയ്യാൻ എന്താ? കഴുത്തുറക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ആദ്യം ചെയ്ത് ഇവിടെ കഴുത്തില്ല, കഴുത്താണ് ആദ്യം ഉറക്കുക. അങ്ങനല്ലേ? കുട്ടിയെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ അവൾ പ്രസവിച്ചതിന് ശേഷം നാട്ടിൽ പോയിട്ടില്ലേ? ആദ്യം ഉറക്കി എന്താ? കൊച്ചിൻ്റെ കഴുത്തുറച്ചു. അപ്പോൾ കഴുത്തിന് ഡെവലപ്മെൻറ്റ് വന്ന് പിന്നെ കുട്ടി അടുത്ത് എന്താ ചെയ്യുക? നെഞ്ചുയർത്തും, പിന്നെ ഇരിക്കും. ഉണ്ടോ? ഇതിങ്ങനെ പോവാണ്. ഇപ്പോൾ അവിടെ എത്തി, നമ്മുടെ നടുവിലെത്തി, പിന്നെ മുട്ടിലെഴയും. ഉണ്ടോ? മുട്ടിലെത്തി, പിന്നെ എഴുന്നേറ്റ് നിൽക്കും, പിന്നെ നടക്കും, അവസാനം എവിടെയാ? കാലാണ്. ഇതിനെയാണ് സെഫാലോ കോഡൽ ടു പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുക. ഈ ട്രെൻഡ്, ഈ ഡെവലപ്മെൻറ്റിൻ്റെ ട്രെൻഡ് ഫ്രം ഹെഡ് ടു ഫുട്ടാണ്. ഫ്രം ട്രങ്ക് ടു സൈഡാണ്, വിങ്സ് എന്ന് പറയാം. ഫ്രം ട്രങ്ക് ടു വിങ്സ്. ഉണ്ടോ? ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുക കയ്യിൻ്റെ വരില്ല. ഒരു കുട്ടിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ 5 വയസ്സായിട്ടും ആ കുട്ടിക്ക് ബട്ടൺ ഇടാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്. 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ കുട്ടി ബട്ടൺ ഇടണം. ഈ ബട്ടൺ ഇടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു സാധനം. നമുക്ക് ഇട്ടിട്ട് പരിചയമായതുകൊണ്ടാണ് സാധനം അല്ലേ. ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ അയച്ച് എറിയുന്ന കുട്ടി ഉണ്ടാവും. ആ കുട്ടിക്ക് നിങ്ങൾ ബട്ടണുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതി, കുട്ടി കഴിക്കാൻ കഴിയില്ല. ബട്ടൺ, ഈ ബട്ടന് മലയാളം എന്താ പറയുക? കുടുക്കനാണ്, കുടുങ്ങി. ശരിക്കും കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു കുടുക്കാണ്. കുട്ടി കുടുങ്ങി, ഞാനത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കഴിയില്ല. കാരണം ബട്ടൺ അയക്കണമെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ഫിംഗറിൻ്റെ ടിപ്പ് ഡെവലപ്പ് ചെയ്യണം. റൈറ്റ്? അപ്പോൾ ഒരു കുട്ടിയുടെ അവസാനം ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് കുട്ടിയുടെ കൈ. അപ്പോൾ 5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ നിങ്ങളൊരു ഗ്ലാസ് കൊടുത്താൽ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഒന്ന് തെറ്റിപ്പോയാൽ ആ ഗ്ലാസ് എന്ത് ചെയ്യും? താഴെ വീഴും അല്ലേ. 5 വയസ്സുള്ള കുട്ടിക്ക് നിങ്ങളുടെ വൈഫ് ഒരു ഗ്ലാസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ കയ്യിൽ, കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഗ്ലാസ് താഴെ വീണു. നിങ്ങളുടെ വൈഫ് കുട്ടിയോട് എന്താ പറയുക? പൊട്ടിച്ചു.
അല്ലേ? പൊട്ടിച്ചു. എന്നിട്ട് കുറേ തെറിയൊക്കെ പറയും കുട്ടിയെ, കുറേ ചീത്തയൊക്കെ പറയും. എന്ത് സാധനം പൊട്ടിക്കും, നിന്നൊരു വസ്തുവിനും കൊള്ളില്ല, ഇതെല്ലാം കുട്ടി വിശ്വസിക്കും. അതാ പ്രശ്നം. ഉമ്മ എന്ത് പറഞ്ഞാലും കുട്ടി വിശ്വസിക്കും. ചെറുപ്പത്തിൽ മാവിലും പറമ്പിലെ മരത്തിലൊക്കെ വലിഞ്ഞു കയറുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലേ? എനിക്കൊണ്ടിരുന്നു. ഞാൻ നന്നായി മരം കയറുമായിരുന്നു ഉണ്ടോ. ഈ മരത്തിലൊക്കെ നമ്മൾ വലിഞ്ഞു കയറും. നമ്മളങ്ങനെ ധൈര്യത്തിൽ കയറി പോകുമ്പോൾ കുറേ നടുവിലെത്തുമ്പോഴാണ് ഉമ്മ കാണുക. നമ്മുടെ ഉമ്മ വന്ന് താഴെ വന്ന് അല്ലോ അതിൻ്റെ മുകളിൽ കയറിയോ, എടാ വീഴും. അതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല വീഴുന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പ് പോലും കയറില്ല അല്ലേ? അത് കയറുമ്പോൾ അതിന് ഏറ്റവും തുമ്പത്ത് ഉച്ചിയിൽ എന്താ നോക്കാൻ നമ്മൾ പോവുക. നമ്മളതിനാ പോണത്, ഏറ്റവും ഉച്ചിയിൽ എന്താ നോക്കാൻ. പക്ഷെ നടുവിലെത്തുമ്പോൾ ഉമ്മ പറയും മോനെ വീഴും. അവിടെ കൂടി ഒരു സാധനം വന്നു, വീണാലോ അല്ലേ? അടുത്ത കൊമ്പിലേക്ക് വെക്കുമ്പോൾ കാലൊന്ന് വിറയ്ക്കും, താഴെ വീഴും. താഴെ വീണാ ഉമ്മ വന്ന് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീഴും. എന്തുകൊണ്ടാ വീണ്? കുട്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. ഉമ്മ പറഞ്ഞാൽ കുട്ടി അത് വിശ്വസിക്കും. സ്കൂളിലെത്തിയാൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്, ടീച്ചർ പറഞ്ഞാൽ വിശ്വസിക്കും. കുട്ടിയുടെ പ്രശ്നം അതാ, കുട്ടി ട്രസ്റ്റ് ചെയ്ത് കളയും. ഉമ്മ പറഞ്ഞാൽ കുട്ടിക്ക് അത് അതുകൊണ്ട് ഉമ്മ എന്താ കുട്ടിയോട് പറയണത്? നമ്മൾ ഈ പാരന്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് കുട്ടി ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേഷ്യവും കുട്ടീൻ്റെ മേലെ അങ്ങ് തീർക്കും അല്ലേ? നീ പൊട്ടിച്ചു, എന്ത് സാധനം ഇങ്ങനെയാ. പിന്നെ പറയും ഒരു ശ്രദ്ധയില്ല നിനക്ക്. കുട്ടി ഇങ്ങനെ പറയും ഞാൻ ഒരു ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യൻ. ഇനി ആ കുട്ടി എങ്ങനെ പഠിക്കുക? ഉണ്ടോ? സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട്, എറിക് ബേൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. എറിക് ബേൺ, റൈറ്റ്? എറിക് ബേൺ ഈ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു തിയറിയിൽ പറയുന്നത് ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ് എന്നാണ്. വലിയൊരു തിയറിയാണ്, ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ്. അയാൾ പറയുന്നത് ബ്ലെയിമിങ് ഓൾവേസ് ലീഡ്സ് ടു ബ്രാൻഡിങ് എന്നാണ്. ഈ എറിക് ബേൺ വെല്ലുവിളിക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളുടെ കുട്ടിയെ എനിക്ക് തരൂ, നിങ്ങളുടെ കുട്ടിയെ എനിക്ക് തരൂ, എന്നിട്ട് നിങ്ങളുടെ കുട്ടി എന്താണ് ആവേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ആക്കിത്തരാം. അപ്പോൾ അയാൾ എങ്ങനെ ആക്കിത്തരിക? എങ്ങനെ ആക്കുക? അപ്പോൾ അയാളോട് ചോദിച്ചു അതെങ്ങനെയാ? ആ കുട്ടിയോട് നിരന്തരം പറഞ്ഞാൽ മതി, നീ മിടുക്കനാണ്, നീ അടിപൊളിയാണ്. നമ്മളെന്താ പറയുക? ശ്രദ്ധ ഉണ്ടോടാ നിനക്ക്? ആ ഗ്ലാസും പൊട്ടിച്ചു, എന്ത് സാധനം ഇങ്ങനെ തന്നെയാണ്, എന്തിനാ നീ? ഫുൾ ബ്ലെയിമിങ്. കുട്ടി അതിലേക്ക് ഇങ്ങനെ വരും അല്ലേ? ഈ എറിക് ബേണിൻ്റെ ഒരു റിസർച്ച് ഉണ്ട്, ഭയങ്കര രസകരമായ റിസർച്ചാണ്. ഇയാൾ ഈ നഴ്സറി സ്കൂൾ, നമ്മുടെ നാട്ടിലെ എൽ കെ ജി യു കെ ജി ഒരു സ്കൂളിലേക്ക് എറിക് ബേൺ അയാൾ വലിയ സൈക്കോളജിസ്റ്റാണ്. എറിക് ബേൺ ഈ സ്കൂളിലേക്ക് കടന്നു വരികയാണ്. സ്കൂളിലേക്ക് കടന്നു വന്ന് പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ക്ലാസ് റൂംസൊക്കെ ഒന്ന് കാണണം. അപ്പോൾ പ്രിൻസിപ്പാൾ ചോദിച്ചു എന്തിനാ? എനിക്ക് കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഏതൊക്കെ കുട്ടിയാണ് ബ്രില്യൻ്റ് എന്ന് എനിക്ക്. ഞാനൊരു സൈക്കോളജിസ്റ്റ്, അപ്പോൾ എനിക്ക് കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും ആരാ ബ്രില്യൻ്റ് എന്ന്. അപ്പോൾ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു ഡൺ, കുഴപ്പമില്ല, നിങ്ങൾ ക്ലാസ് കയറിക്കൊന്നു. എറിക് ബേൺ ക്ലാസ് കയറി. ഒരു കുട്ടിയോട് ഒന്നും പറഞ്ഞില്ല, ഒരു കുട്ടിയെയും നോക്കിയതുമില്ല. എറിക് ബേൺ ചെയ്ത പണി എന്താ പറയുക? നേരെ ക്ലാസ് കയറി. അപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഒരു സാധനം ഉണ്ടാവും, കുട്ടികളുടെ മദ്രസയിലുണ്ടാവില്ലേ, കുട്ടികളുടെ രജിസ്റ്റർ ഉണ്ടാവും അല്ലേ? എറിക് ബേൺ നേരെ ഓരോ നഴ്സറി ക്ലാസ് റൂമിലേക്ക് കയറി. കുട്ടികളോട് ആരോടൊന്നും മിണ്ടിയത് പോലുമില്ല. നേരെ കയറി ആ രജിസ്റ്റർ എടുത്തു. രജിസ്റ്ററിൽ നിന്ന് റാൻഡമായിട്ട് 2-3 കുട്ടികളുടെ പേര് നോട്ട് ചെയ്തു. LKG A 3 കുട്ടികളുടെ പേര് നോട്ട് ചെയ്തു. ഒന്നും ആ കുട്ടി ആരാന്ന് പോലും എറിക് ബേൺ അറിയില്ല. രണ്ടാമത്തെ ക്ലാസ് കയറി എറിക് ബേൺ 2-3 ആളുകളുടെ പേര് നോട്ട് ചെയ്തു. മൂന്നാമത്തെ ക്ലാസ് കയറി നോട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ക്ലാസ് കയറി നോട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് ഇവിടുത്തെ മിടുക്കരായ കുട്ടികൾ. ഇയാൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തിയോ? ഇല്ല. നല്ല മിടുക്ക ഈ കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിൻസിപ്പാളോട് പറഞ്ഞു ഇവരൊക്കെ മിടുക്കരായ കുട്ടികളാണ്, ഈ കുട്ടികളെ വിടരുത്, ശ്രദ്ധിക്കണം, സ്കൂളിൻ്റെ അഭിമാന താരങ്ങളായിരുന്ന കുട്ടികളാണിത്. ഈ കുട്ടികൾ ആരാന്ന് പോലും എറിക് ബേൺ അറിയില്ല. 5 കൊല്ലം കഴിഞ്ഞ് സ്കൂളിലേക്ക് വരികയാണ് എറിക് ബേൺ. പ്രിൻസിപ്പാൾ എറിക് ബേണിനെ ഒന്ന് ഓടി പറഞ്ഞു നിങ്ങൾ ഇറ്റ് വാസ് എ മിറാക്കിൾ. എറിക് ബേൺ ചോദിച്ചു എന്ത്? നിങ്ങൾ ആ ലിസ്റ്റ് തന്ന കുട്ടികളുണ്ടല്ലോ അവരാണ് ഇന്ന് സ്കൂളിൻ്റെ ടോപ്പർമാർ. അതെങ്ങനെ സംഭവിച്ചു? എറിക് ബേൺ ലിസ്റ്റ് കൊടുത്ത കുട്ടി പൊട്ട കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് മാർക്ക് കുറയുമ്പോൾ ടീച്ചർ ആ കുട്ടിയോട് എന്താ പറയുക? പൊട്ട. നിനക്ക് മാർക്ക് കുറഞ്ഞോ? നീ വളരെ ബ്രില്യൻ്റ് ആണെന്നാണല്ലോ എറിക് ബേൺ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാ? അത് ശരി, ആള് ഉഷാറാ, നമ്മൾ ഉഷാറായി കണ്ടോ? ആ കുട്ടി എങ്ങനെ വന്ന്? നമ്മുടെ ഉമ്മമാർ ചെയ്യുന്ന പണി എന്താ? ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ്. ഇതിനെല്ലാം പറഞ്ഞ് നാശാക്കി. നീ ഒരു അനുസരണ നിനക്കില്ലട്ടോ. ഒരു ഉമ്മ കുട്ടിയോട് പറയണ്ട നിനക്കൊരു അനുസരണ ഇല്ലട്ടോ. അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കുക? ഞാൻ അനുസരണ ഇല്ലാത്തൊരു കുട്ടിയാണ്.
നിന്നൊരു വസ്തുവിന് പറ്റില്ലല്ലോ. ഇല്ല, ഐ എം എ വേസ്റ്റ്. ആരാ പറയണേ? പെറ്റത്തള്ള അല്ലേ? ടയോട്ട കമ്പനി ഒരു കാർ ഉണ്ടാക്കിയിട്ട് പറയാണ്, കാറ് കാണാൻ കുഴപ്പമില്ല, പൊട്ട കാർ. നിങ്ങൾ ആരെയും വാങ്ങും? ഇല്ല. ഇത് ഏത് കമ്പനിയാണ് അത് പറയണത്? ഉമ്മയാണ് പറയണത്. അപ്പൊ ബ്ലെയിമിങ് ഓൾവേസ് ലീഡ്സ് ടു ബ്രാൻഡിങ്. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്ക്, എങ്ങനെ ഇടപെടണം? സോഫ്റ്റായി, ബ്ലെയിം ചെയ്യാതെ പോസിറ്റീവായി. കണ്ടോ? അപ്പൊ എന്ത് രസം ഉണ്ടാവും. ഇനി ഒരു കാര്യങ്ങളും കൂടി ഉണ്ട്, അതുകൂടി എഴുതി ചേർത്താൽ വളരെ എഫക്റ്റീവായി. അതിന്റെ പേരാണ് സ്നേഹത്തിൽ. അപ്പൊ എങ്ങനെയാണ് ഇടപെടേണ്ടത്? ഒരു ഉമ്മ, ഒരു ഉപ്പ വളരെ സ്നേഹത്തിൽ, അതാണ് നിങ്ങൾക്കറിയാം. ലുക്മാൻ എന്ന് പറയുന്ന ഖുർആനിലെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലുക്മാൻ അലൈഹിസ്സലാം കുട്ടിയോട് പറയുന്ന വാക്ക് കാണാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. എങ്ങനെ വിളിക്കുക? യാ ബുനയ്യ എന്നാ. കുഞ്ഞു മോനെ, സ്നേഹത്തിലാണ്, സോഫ്റ്റാണ്, പോസിറ്റീവാണ്. ചെറുക്കല്ലേ കേട്ടോ, ഏറ്റവും വലിയ പാതകമാണ്. നീ ശബ്ദമുയർത്തല്ലേടാ, കഴുതിന്റെ ശബ്ദമാണ് ഏറ്റവും. ഇതൊക്കെ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞ തർബിയത്ത്.